സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 2026 മാർച്ചിലെ വാർഷിക പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ പരീക്ഷാഭവൻ കൈക്കൊണ്ടിട്ടുണ്ട്. SSLC, THSLC, AHSLC തുടങ്ങിയ പരീക്ഷകളുടെ വിജ്ഞാപനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള സമയക്രമം ഇതോടൊപ്പം പറയുകയാണ്. പ്രധാന പരീക്ഷാ തീയതികൾ: പരീക്ഷാ ആരംഭം 2026 മാർച്ച് 5-ന് പരീക്ഷകൾ ആരംഭിക്കും. പരീക്ഷ സമാപനം 2026 മാർച്ച് 30-ഓടെ പരീക്ഷ പൂർത്തിയാകും. പരീക്ഷ ആരംഭം 2026 മാർച്ച് 5. മറ്റ് അനുബന്ധ പരീക്ഷകൾ: SSLC, IT പരീക്ഷ 2026 മാർച്ച് 2 മുതൽ ഫെബ്രുവരി മാസം 13 വരെ. മോഡൽ പരീക്ഷ 2026 ഫെബ്രുവരി മാസം 16 മുതൽ ഫെബ്രുവരി മാസം 20 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മൂല്യനിർണ്ണയ ഫലപ്രഖ്യാപനം: പരീക്ഷയ്ക്ക് ശേഷമുള്ള ടാബുലേഷൻ നടപടികൾ 2026 ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 25 വരെ നടക്കും. തുടർന്ന് മെയ് മാസം 7-ന് ബോർഡ് മീറ്റിംഗ് ചേരുകയും 2026 മെയ് മാസം 8-ന് ഔദ്യോഗികമായി പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ഈ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അഡ്വാൻസാണ്. ഏതിട്ടാണ് പറ ഒരു സെക്കൻഡ്. ഡേറ്റ് പറഞ്ഞ് തെറ്റിച്ചാൽ ശരിയാവില്ലല്ലോ. മെയ് 7-ന് ബോർഡ് മീറ്റിംഗ് ചേരുകയും മെയ് 8-ന് ഔദ്യോഗികമായി പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. സബ്ജക്റ്റ് മിനിമം നമ്മുടെ വളരെ കാര്യമായിട്ട് കൊണ്ടുവന്ന കാര്യമാണ്. ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്ന അതിൽ ചെറിയ വ്യത്യാസം വന്നിരിക്കും. കുട്ടികളുടെ പരീക്ഷ എഴുതിയതിൽ നമുക്ക് ഓരോ ക്ലാസ്സുകളിലും വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് സബ്ജക്റ്റ് മിനിമത്തിൽ എത്താതെ ഉള്ളത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ ഇത്തവണ നമ്മൾ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായി ഇപ്പോഴാണ് നടപ്പിലാക്കിയത്. ഓരോ വിഷയത്തിനും കുറഞ്ഞ 30% മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്ക് പ്രത്യേക പഠന പിന്തുണ നൽകും. ഇതൊരു തുടർ പ്രക്രിയയായിട്ടാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. 2ാം പാദ പരീക്ഷയുടെ ഫലം പരിശോധിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇ ഗ്രേഡാണ് 30% കിട്ടാത്ത കുട്ടികൾ ലഭിച്ച കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തേണ്ടതുണ്ട്. 5ാം ക്ലാസ്സിൽ 2187 കുട്ടികളും 6ാം ക്ലാസ്സിൽ 2451 കുട്ടികളും 7ാം ക്ലാസ്സിൽ 2143 കുട്ടികളും എല്ലാ വിഷയങ്ങളിലും ഇ ഗ്രേഡാണ് നേടിയിട്ടുള്ളത്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ എണ്ണത്തിൽ വർധനവ് കാണുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ 14,418 കുട്ടികളും 9ാം ക്ലാസ്സിൽ 6,109 കുട്ടികളുമാണ് ഈ ഗ്രേഡ് പട്ടികയിലുള്ളത്. 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലായി ആകെ 27,352 വിദ്യാർത്ഥികളാണുള്ളത്. അപ്പോൾ ഇത് ഇത്രയും കുട്ടികളെ ഒരു സ്കൂളിലെടുക്കുമ്പോൾ ചെറിയ നമ്പർ വരുള്ളൂ. 14,000 സ്കൂളുണ്ടല്ലോ. സ്കൂളിലെടുക്കുമ്പോൾ ഒരു 50-ന് താഴെയുള്ള കുട്ടികൾ മാത്രമേ എല്ലാ ക്ലാസ്സുകളിലും കൂടെ വരാറുള്ളൂ. ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 സ്ഥലത്ത് കോട്ടക്കൽ സ്കൂള്, മോഡൽ സ്കൂള്, സിറ്റിയിലുള്ള സ്കൂളിലൊക്കെ ഞാൻ ചെന്ന് നോക്കിയായിരുന്നു. വളരെ ഫലപ്രദമാണ്. രക്ഷകർത്താക്കളും വരുന്നുണ്ട്, അവിടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്, ക്ലാസ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പരീക്ഷകൾ നടത്തി അവരെ പ്രൊമോട്ട് ചെയ്ത് വിടും. അപ്പോൾ ആരും തോൽക്കില്ല. അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഈ ഗ്രേഡിൽ നിന്ന് അവർ മാറി കിട്ടുകയും ചെയ്യും. ഇത് അടുത്ത വർഷം കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ കുറ്റപ്പെട്ടതായി മാറും. കാരണം ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. നടന്ന് കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ഗൗരവത്തോടു കൂടി തന്നെ പോകേണ്ടതായിട്ട് വരും.